അപ്പോൾ എന്തായാലും രാവിലെ 3:15 നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. നമ്മൾ പോകാൻ പോവുകയാണ്. ഇവിടെ ഞാൻ ബാഗ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഹെൽമെറ്റ് ഇവിടെ പേന കിട്ടി അല്ല ബ്രോ ഇങ്ങോട്ടാണ്. കാരണം നമ്മൾ 4 ദിവസമല്ല, അപ്പോൾ മൂന്നാറിൽ തന്നെ ആദ്യ ദിവസം തന്നെ സ്ട്രെയിറ്റ് വട്ടവടയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ വട്ടവടയിൽ തന്നെ കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട്. അപ്പോൾ പക്ഷേ അതിന് ഫ്രണ്ടിലോട്ടുള്ള വ്യൂ നിങ്ങൾ കാണിച്ചത് അടിപൊളിയാണ്. 2 പേർക്ക് 40 രൂപ കൂടില്ല. അടിപൊളിയാണ്. താഴെ ഇറങ്ങി അതാണ് വ്യൂ പാർക്കിലത്തെ വ്യൂ കാണിച്ചത്. അതാണ് താഴെയുള്ള വ്യൂ പോയിന്റ്. ഇവിടെ നിന്ന് 100 മീറ്റർ. അങ്ങനെ നമ്മൾ കറങ്ങി തിരിഞ്ഞ് വണ്ടർ വെസ്റ്റിൻ്റെ പിക്കപ്പ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇത് അവർ എല്ലാ പെട്ടിയിൽ അരുൺ ടീ സ്റ്റോളെന്നാണ് പറഞ്ഞത്. എല്ലാ പെട്ടിയിലല്ല ശരിക്കും. അത് നിങ്ങൾ മൂന്നാർ സൈഡിൽ നിന്നാണ് പറയുന്നുണ്ടെങ്കിൽ എല്ലാ പെട്ടി കഴിഞ്ഞിട്ട് കുറച്ച് 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ഇപ്പുറത്ത് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇതാ അവിടെ അരുൺ ടീ സ്റ്റോൾ എന്ന് പറഞ്ഞാൽ ടീ സ്റ്റോൾ കാണാൻ പറ്റും. കാട്ടിലത്തെ വീടുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇപ്പം നമ്മളങ്ങനെ പിക്കപ്പ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഗൗതമൻ്റെ അവിടെ ഷോളായിട്ട് ചായയൊക്കെ കുടിച്ച് നിൽപ്പുണ്ട്. നിങ്ങളുടെ ചായ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും ബാക്കി ആളുകളൊന്നും വന്നിട്ടില്ല. എത്ര പേര് വരുമെന്നുള്ളത് പറഞ്ഞിടോ. കൂടെയുള്ള ടീംസുകൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് എന്തായാലും അതൊക്കെ നോക്കാം. എന്തായാലും ബാക്കിയുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ വഴി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ വന്ന് നിൽക്കുന്ന പിക്കപ്പ് പോയിന്റിലുള്ള ടീ ഷോപ്പ് എന്ന് പറയുന്നത് ഇവരുടെ തന്നെ, അതായത് വണ്ടർ വെസ്റ്റിലെ തന്നെ അരുൺ ചേട്ടൻ്റെയും അരവിന്ദൻ്റെയും അമ്മയും അച്ഛനും കൂടി നടത്തുന്ന ഒരു ടീ ഷോപ്പാണ്. നിങ്ങൾക്ക് അവിടെ നിന്ന് ചായ കുടിക്കാൻ പറ്റും. നമ്മൾ 2 പേരായതുകൊണ്ട് തന്നെ അരുൺ ചേട്ടൻ പുള്ളിയുടെ വണ്ടി എടുത്തുകൊണ്ടിട്ടാണ് നമ്മൾ കൊണ്ടുപോയത്. പൊതുവെ അങ്ങനെയല്ല, ഈ പിക്കപ്പ് പോയിന്റിൽ നിന്ന് ക്യാമ്പ് സൈറ്റ് വരെ നടക്കേണ്ടി വരും. ഞാൻ പറഞ്ഞാൽ കൂടെ ടീംസ് ആൾറെഡി വന്ന് നേരത്തെ ക്യാമ്പിലോട്ട് പോയിരുന്നു. നമ്മൾ ചേട്ടൻ പിക്കപ്പ് പോയിന്റിൽ നിന്ന് പിക്ക് ചെയ്ത് വണ്ടി പോകുന്ന സ്ഥലം വരെ എത്തിച്ചിട്ട് അവിടെ നിന്ന് സതീഷ് എന്ന് പറയുന്ന ഒരു ചേട്ടനാണ് നമ്മളെ ക്യാമ്പ് സൈറ്റിലോട്ട് കൊണ്ടുപോയതൊക്കെ ഞാൻ എനിക്കിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പിക്കപ്പ് പോയിന്റിൽ നിന്ന് അരുൺ ചേട്ടൻ വന്ന് നമ്മൾ ബൈക്കിൽ ഇവിടെ കൊണ്ടാക്കി. ആൻഡ് ഇത് സതീഷ് ബ്രോ ഫ്രം ഹൈദരാബാദ്. അപ്പോൾ പുള്ളി നമ്മളിനി നേരെ സ്റ്റേയിലോട്ട് കൊണ്ടുപോയി. ഇങ്ങോട്ട് അപ്പോൾ നമ്മളിനി നേരെ ടെൻറ്റിലോട്ടാണ് പോകുമ്പോൾ ഗോപ്രയിൽ പോണ വഴി ഫുള്ള് റെക്കോർഡ് ചെയ്യണമെന്ന് വെച്ചാൽ ചാർജില്ല, തീരാറായി. കാരണം അങ്ങനെ റെക്കോർഡ് ചെയ്തോണ്ടല്ലോ പറഞ്ഞു. അപ്പം നമുക്കിനി നേരെ അങ്ങ് പറ്റിയിട്ട് ഞാൻ ചാർജൊക്കെ ചെയ്തിട്ട് ബാക്കി ഞാൻ കാണിച്ചു തരാം. പോണ വഴി നല്ല നല്ല കാഴ്ചകളായിട്ടാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരാം. ലെഫ്റ്റ് ഓർ റൈറ്റ്? നമ്മളങ്ങനെ എത്തി. ഇവിടെ നിന്ന് കാണാൻ വ്യൂ എന്നൊക്കെ പറഞ്ഞോണ്ടില്ല, ഈ വ്യൂവേ ഓരോ വ്യൂ ആണ്. That's the view from here. ഇവിടെയാണ് നമ്മൾ രാവിലെ കോടയൊക്കെ കിട്ടാറുള്ളത്. കോടയുള്ള സമയത്ത് ലൈക്ക് മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ബ്രിഡ്ജ് ചെന്ന് നിന്ന് നോക്കിയാൽ ഇപ്പുറ സൈഡ് ഇങ്ങനെ മേഘം ഇങ്ങനെ കിടക്കും. ഇവിടെ ദാറ്റ്സ് കുളുക്കുമല, റൈറ്റ്? ആൻഡ് ദാറ്റ്സ് സ്റ്റോപ്പ് സ്റ്റേഷൻ ആൻഡ് ദാറ്റ്സ് മീശപ്പുലിമല, റൈറ്റ്? ഇതാ വ്യൂ പോയിന്റ്. ഇത്ര ഡിസ്റ്റൻസേ ഉള്ളൂ അല്ലേ ഇവിടെ നിന്ന്? ഇവിടെ നിന്ന് ഇത്ര ഡിസ്റ്റൻസേ ഉള്ളൂ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞോടാ. ടോപ്പ് സ്റ്റേഷൻ വ്യൂ പോയത് ഇതോ, അതാണ് ദോ കാണുന്നത് പച്ച ഷീറ്റ്. ആൻഡ് അതാണ് കുളുക്കുമല. അതോ പീക്ക് പോലെ ഇരിക്കുന്നുണ്ടോ, അതാണ് കുളുക്കുമല. അതിൻ്റെ ഇപ്പുറത്തുള്ളതാണ് മീശപ്പുലിമല. എന്താണ് ടെൻറ്റ് കളിച്ചിന്, അത് ബ്രിഡ്ജ്. അതൊക്കെ ആൾറെഡി ചൂസ് ചെയ്താണ് ആൾറെഡി വന്നവർ. അങ്ങനെ നമ്മളവിടെ വണ്ടർ ബസ്സിൽ വന്ന് നിൽപ്പുണ്ട്. നിലവിൽ ഇവിടെ ഞാനും ഗൗതമനും മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ ജോലി ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. പിന്നെ ഇവിടെ കൂടെ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. 20-30 പേരെന്തോ ഉണ്ട്. അവർ ഇവിടെ നിന്ന് ഈവനിങ് വാക്ക് ഒരു കുളം കാണാനായിട്ട് കൊണ്ടുപോകും. അതിൻ്റെ ഫോട്ടോ ഞാനിവിടെ കാണിച്ചു തരാം. ഞാൻ അങ്ങോട്ട് പോയായിരുന്നു. നമ്മൾ വന്നപ്പോൾ അവർ ആൾറെഡി പോയി. ഞാനിവിടെ ഒറ്റയ്ക്ക് അങ്ങ് ഓടിപ്പോയപ്പോഴത്തേക്കും അവർ തിരിച്ചു വന്ന് പാതി എത്തി. ഞാൻ ഓടിപ്പോയി കണ്ടു. എന്നിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും അവർ അവിടെ തന്നെ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പെട്ടെന്ന് നേരെ ടെൻറ്റിൽ വന്ന് ഇവിടുത്തെ ബാക്ക് വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ ബാക്ക് വ്യൂ. അതൊക്കെ കാണുന്നത് മീശപ്പുലിമലയാണ്. ഇത് കുളുക്കുമലയാണ്. ഇതിൻ്റെ താഴെ നിങ്ങൾക്കൊരു ക്യാമ്പ് കാണാൻ പറ്റും. അത് വൈൽഡ് ഷെർപ്പാസ് ആണെന്നാണ് എൻ്റെ ഒരു ഊഹം.
ആൻഡ് രാവിലെ നമ്മൾ ട്രക്ക് ചെയ്യാൻ പോണത് ഈ മലയില്ലെങ്കിൽ അതായിരിക്കും. ആൻഡ് സൂര്യൻ ഇവിടെ അസ്തമിച്ച് വരുന്നുണ്ട്. അപ്പുറത്തെ സൈഡ് ഇതാ ടോപ്പ് സ്റ്റേഷൻ്റെ ആ സൈഡുണ്ട്. ആൻഡ് അവിടെ നിന്നായിരിക്കും സൂര്യോദയം. പിന്നെ ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഗൗതമന്ത അവിടെ ഇരിപ്പുണ്ട് തണുപ്പൊക്കെ കണ്ട്. അപ്പോൾ ശരി എന്നാൽ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. Hours later. അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് പാട്ടൊക്കെ പാടി എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ ക്യാമ്പ് ഫയറിലോട്ട് വന്നു. ഇപ്പോൾ ഇവിടെ നടക്കുന്ന പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസ്കറ് കൊണ്ടുവന്നിട്ടുള്ള 40 പേര്, അതായത് നമ്മൾ രണ്ടും ബാക്കിയുള്ള 40 പേരുമായിട്ട് പരസ്പരം ഒരു ബന്ധവുമില്ല. അതായത് അസ്കർ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടെ ടീമിൻ്റെ കൂടെ ഒരു ഗ്രൂപ്പിൽ ഓരോ ആൾക്കാർ, അതായത് സിംഗിളായിട്ടുള്ള എല്ലാ ആൾക്കാരും ആഡ് ചെയ്തതിന് ശേഷം അവിടുന്ന് പരിചയപ്പെട്ട് വന്ന ആൾക്കാരാണ് ഇവിടെ ഇപ്പോൾ നമ്മളെ കൂടെ ഉള്ളത്. ഞാനും ഗൗതനും മാത്രമാണ് പരസ്പരം അറിയാവുന്ന ആൾക്കാർ. ബാക്കി എല്ലാവരും ഒറ്റയ്ക്ക് സോളോ ആയിട്ട് കൂടെ ടീംസിൻ്റെ കൂടെ വന്നതാണ്. അപ്പോൾ ഇവിടെ അസ്കർ പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിവിടെ ഒന്ന് പറയാമെന്ന്. അങ്ങനെ ഞാൻ എൻ്റെ യൂട്യൂബിനെ പറ്റിയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഞാൻ അത് വലിച്ചിട്ടില്ല. നമുക്ക് നേരെ അടുത്ത കാര്യത്തിലോട്ട് പോകും. ഇടയ്ക്ക് ബ്ലോഗൊക്കെ ചെയ്തു. ഈ പരിപാടി ഞാൻ എൻ്റെ 7ാം ക്ലാസ്സിൽ പറയുന്നത്. അപ്പം ഒന്നോട്ടെ ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ ഒന്നും ഒരിടം വെക്കില്ല, നീ ഒന്നും യൂട്യൂബറൊന്നും ആവില്ല, അങ്ങനെയൊക്കെ. അത് കൂട്ടുകാർ ഏറ്റവും ചേർത്ത് പോയി നടത്തുന്ന കൂട്ടുകാരുടെ ചെയ്യുന്ന വലിയ രീതിയിലുണ്ട്. നീ ഒന്നും ഒരിടം വെക്കില്ല, നീ ക്യാമറയെ കുറിച്ച് നടക്കുന്നത് എന്നൊക്കെ ഉള്ള രീതിയിൽ മനസ്സിലാക്കി. അടുത്ത പരിപാടി 12:15 12 നീ എല്ലാവരും NDP തുടങ്ങണം. The next day. അങ്ങനെ രാവിലെ എണീച്ച് എല്ലാവരും സൂര്യോദയം കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ആക്ച്വലി ഞാൻ ഈ സ്പോട്ട് എങ്ങനെയാണ് കണ്ടെന്ന് ഞാൻ ഇതുവരെയ്ക്കും പറഞ്ഞില്ല. യൂട്യൂബിലൊരു വീഡിയോ കണ്ടിട്ടാണ് എനിക്ക് ഇവിടുത്തെ ട്രക്കിംഗ് സ്പോട്ട് കണ്ടെത്തിയത്. ആൻഡ് അങ്ങനെ എനിക്ക് പരിചയമുള്ള ഒരു ചേട്ടൻ്റെ ഇത് ചോദിച്ചിട്ടാണ് ഞാൻ ഈ സ്പോട്ട് കണ്ടെത്തുകയും ആ ട്രക്കിംഗ് പോയിൻ്റ് കാണാം, അതായത് ആ സൺറൈസ് പോയിൻ്റ് കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ മൂന്നാർ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തത് തന്നെ. സോ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ പറയാൻ കാണിച്ചു തരാം. ആൻഡ് മുകളിൽ പോയതിന് ശേഷം സൂര്യോദയം ഞാൻ ഗോപ്രോയിലാണ് ടൈം ലാപ്സ് ആയിട്ട് എടുത്തത്. പക്ഷെ അതൊന്നും മര്യാദയ്ക്ക് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ ടൈം ലാപ്സ് ഇവിടെ വെച്ചിട്ടില്ല. അപ്പോൾ നല്ല അടിപൊളി സൂര്യോദയം കിട്ടി. ഞങ്ങൾ ടൈം ലാപ്സോടെ കണ്ടുകൊണ്ട് ഞാൻ സ്റ്റിക്ക് പോക്കറ്റിനകത്ത് കണക്ട് ചെയ്തിട്ട് പോക്കറ്റിനകത്ത് വെച്ചിട്ട് എൻ്റെ ജാക്കറ്റിട്ട് കെട്ടി വെച്ചിരിക്കാം. കഴിഞ്ഞ പ്രാവശ്യം വൈൽഡ് ഷെയർ പാസിൽ നിന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ഒരു സൂര്യോദയം കിട്ടിയില്ലായിരുന്നു, കാരണം മേഘങ്ങൾ കൊണ്ട് സൂര്യനെ മറച്ച് വെച്ചിരിക്കുന്നു. പക്ഷെ ഇപ്പോൾ ആ സൈഡിൽ നിന്ന് നല്ല രീതിയിൽ പൊങ്ങിയായിരുന്നു. നിങ്ങൾ കാണിച്ചു തരാം, ഉണ്ട്, കാണാൻ പറ്റുമായിരിക്കും നിങ്ങൾക്ക്. കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇതിൽ എത്ര ടൈം ലാപ്സ് ഇടാൻ വേണ്ടിയിട്ട് ഫോണിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല ബെറ്ററായിട്ട് കിട്ടുമായിരുന്നു. പക്ഷേ ട്രൈപോഡ് പറഞ്ഞ വഴി ഒട്ടോടെ വെച്ച് തറയിൽ നിന്ന് പൊട്ടി. ഇതിൽ എത്രത്തോളം കിട്ടുമെന്ന് വിചാരിച്ചിടാം. ഇപ്പോൾ തന്നെ 9 മിനിറ്റൊക്കെ റെക്കോർഡ് ചെയ്ത് വെറും 4 സെക്കൻഡ് വന്നുള്ളൂ. അപ്പം
കുറേ ടൈം ലാപ്സ് എടുത്തിട്ടുണ്ട്, എല്ലാം കൂടി മിക്സ് ചെയ്ത് എങ്ങനെ വരുമെന്നുള്ളത് നോക്കാം എന്തായാലും. പക്ഷേ എനിക്ക് ഇവിടെ വന്നിട്ട് അവിടെ നോക്കുമ്പോൾ വൈൽഡ് ഷെർപ്പാസിലെ ട്രക്കിംഗ് പോയിന്റ് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ ആൾക്കാർ നിൽപ്പുണ്ട്. പക്ഷേ എനിക്കത് വൈൽഡ് ഷെർപ്പാസ് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് കൊള്ളൂലെന്നല്ല, ഇത് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. എന്നാൽ രാത്രി 12 മണി വരെ നമ്മൾ എല്ലാവരും ക്യാമ്പ് ഫയറിൻ്റെ അവിടെയൊക്കെ ഇരുന്ന് വട്ടത്തിരുന്ന് സംസാരിച്ചും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തും അങ്ങനെ അവിടെ 12:30 വരെ ഇരുന്നു. എന്നിട്ട് ഉറങ്ങിയിട്ട് ഞാൻ ഇന്ന് രാവിലെ 4:45 എണീച്ചിട്ട് അവിടെ ചെന്നിരുന്നു. ക്യാമ്പ് ഫയറിൻ്റെ ബാക്കി കനലവിടെ അങ്ങനെ ചൂടോടെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെയുള്ള കുറച്ച് ചേട്ടന്മാരൊക്കെ ഇട്ടിരുന്ന് അവയൊക്കെ കത്തിച്ച് ചൂടൊക്കെ കൊണ്ട് അങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ നല്ല രസമുണ്ട്. എനിക്ക് ശരിക്കും ഇതൊക്കെയാണ് ഇഷ്ടം, ഇങ്ങനെ യാത്ര ചെയ്യുക. ഇതേപോലെ വല്ലപ്പോഴൊക്കെ സൂര്യോദയം സൂര്യാസ്തമയം കാണാം. ഇനി അടുത്ത് മിക്കവാറും നമ്മൾ മീശപ്പുലിമല ആയിരിക്കും ചാൻസ് കൂടുതൽ. ഒരു 2 മാസം അല്ലെങ്കിൽ 3 മാസം മീശപ്പുലിമല ആവാനാണ് ചാൻസ് കൂടുതൽ. കാരണം എനിക്ക് സൈലൻറ്റ് വാലി ഇപ്രാവശ്യം വന്ന വരവിൽ സൈലൻറ്റ് വാലി കാണാൻ പറ്റിയില്ല. അപ്പം എനിക്ക് സൈലൻറ്റ് വാലി കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ മിക്കവാറും മീശപ്പുലിമല ആയിരിക്കും ചൂസ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ അതുകൊണ്ട് ഫോളോ ചെയ്യാൻ ലിങ്കൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണാം. ഓക്കെ ബൈ. ആളുകളുടെ മുകളിലുണ്ട്, ടോപ്പിലുണ്ട് ആളുകളൊക്കെ ഇഷ്ടംപോലെ. കാണിച്ചു കണ്ടോ, ആളൊക്കെ അവിടെ ഉണ്ട്. ശരി എന്നാൽ ഇപ്പോൾ ഇത് നേപ്പാളിൻ്റെ നാഷണൽ ഫ്ലാഗായ റോഡോഡെൻഡ്രോൺ ആണെന്ന് തോന്നുന്നു. എടാ പറഞ്ഞ രാവിലെ എനിക്ക് എൻ്റെ രൂപം ശരിയാണെങ്കിൽ അത് തന്നെ അങ്ങനെയാണ് കാണിച്ചു. ഇതിങ്ങനെ വലിയ മലമുകളൊക്കെ ഇതിങ്ങനെ വളർന്ന് പൂത്ത് നിൽക്കത്തുള്ളൂ. ആരുടെയൊക്കെ കൊട്ട് നട്ടോ അങ്ങനെ വളരില്ല എന്നാണ് പൊതുവെ പറയാറ്. ഇത് ഇവിടെ നിറയുണ്ട് കേട്ടോ. പക്ഷേ ഈ സാധനം ഇത് ഈ സെയിം സാധനം അവിടെ എല്ലാപ്പെട്ടിയിലും ഓർമ്മയുണ്ട്. അവിടെ നമ്മുടെ വൈൽഡ് ഷെർപ്പാസിലും ട്രക്കിംഗ് സ്പോട്ടിൻ്റെ അവിടെ ഓർമ്മ നിൽപ്പുണ്ട് ഇതേപോലെ. പക്ഷെ മുകളിൽ തോന്നിപ്പുണ്ട്, അതാണ് അതിൻ്റെ മുകളിൽ തോന്നിപ്പുണ്ട്, തോന്നിപ്പുണ്ട് ഒരു കൂട്ടം. അതൊക്കെ അത് തന്നെയാണെന്നാണ് തോന്നുന്നത്. ഗൗതമൻ ടോപ്പുണ്ട്. ഞാൻ പിന്നെ ഇത് കാണാൻ വന്നത്, ഇത് കണ്ടിട്ടാണ് ഞാൻ ഈ മീനിങ് ഓടിച്ചാടി വന്നത്. സോ അതുകൊണ്ട് മുകളിൽ വന്ന് നിന്നിട്ട് ഇത് ഇവിടെ വന്നില്ലെങ്കിൽ മോശമില്ല. അപ്പോൾ അതാണ് ഞാൻ പിന്നെ ഇങ്ങനെ ചേട്ടൻ്റെ പറഞ്ഞിട്ട് അരിഞ്ചാട്ടം ഉണ്ട് കുറേ. പുള്ളി അവിടെ പുറകെ നിൽപ്പുണ്ട്. പുള്ളിയോട് പറഞ്ഞു ഇവിടെ വരാൻ പറ്റുമെന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞാൽ പറ്റും കൊണ്ടുവന്ന് പറഞ്ഞ് പുള്ളി എന്നെ വിളിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ എന്തായാലും യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു വന്ന സ്ഥലം വന്നു. ഇനി അടുത്ത് നമ്മളെ പ്ലാൻ ഇവിടെ നിന്ന് തിരിച്ചിറങ്ങുക, ഫുഡ് കഴിക്കുക, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങും. പൈസയും കൊടുത്തിട്ട് ഇറങ്ങും. സോ അങ്ങനെ നമ്മളെ വണ്ടർ ഹൗസിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് 2 ദിവസം സുഖമായിരുന്നു, ഭയങ്കര രസമുണ്ടായിരുന്നു. ആൻഡ് അസ്കറേട്ടനെ പറ്റി പറഞ്ഞു കേട്ടോ. അസ്കറാണ്. പുള്ളിക്ക് ഒരു പേജ് ഉണ്ട്, അല്ലാതെ ട്രാവൽ കമ്പനി ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിലെ പേജ് കൂടെയാണ്, നിങ്ങൾക്ക് കയറി നോക്കിയാൽ ഫോളോ ചെയ്യുക. പുള്ളി എല്ലാ മാസവും ഗീവ് കണ്ടക്ട് ചെയ്യുന്നത്, ക്യാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവലുണ്ട്. അതുണ്ട്. അല്ലാതെ ട്രാവൽ അല്ലാതെ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഇതാണ് അറിയേണ്ടതാണ് നമ്മളെ വണ്ടർ ഹൗസിൻ്റെ ഒരു പുള്ളി, പിന്നെ പുള്ളിയുടെ ചേട്ടനുണ്ട്. പുള്ളി കിടക്കാതിരിക്കാൻ അറിഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും നമ്മളിവിടെ വെക്കേറ്റ് ചെയ്യാണ്. ഇവിടെ ഇപ്പം നമ്മൾ 2 പേര് സെപ്പറേറ്റ് ആയിട്ടാണ് വന്നത്. ഇവരെ കൂടെ വന്ന എല്ലാവരുമായിട്ടും ഭയങ്കര കമ്പനിയായി. ഇന്ന് രാവിലെ വരെ ഇവിടെ ഫുള്ള് ഡാൻസ് കളിച്ച് എല്ലാവരും അങ്ങനെ എല്ലാവരും പല വഴിക്ക് ഇരിക്കുകയാണ് പോകാൻ വേണ്ടിയിട്ടൊക്കെ. ഇത് ആശം ഭയങ്കര ചില്ല. അവിടെ ഒരു PT സാറ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ നമ്മളത് നിങ്ങളുടെ അഭിപ്രായവും കാര്യങ്ങളും കമൻറ്റ് ചെയ്ത് എടുക്കുക. മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ ഓക്സി, സൈനിങ് ഔട്ട് ഫ്രം ഓക്സി. സീ യു നെക്സ്റ്റ് വീഡിയോ.